Okay, so we were discussing about the topic toothed gearing, and specifically within this topic, we were going through a certain set of significant terminologies whose understanding we should have with us while surfacing through the different topics within this chapter. Now, I hope you remember about the basic fundamentals that we have went through with respect to gears or toothed gearing or application of gears and all. Now, let me just check if you do remember. I'll. Okay. Srinath Vara, tell me 3 advantages of gear drive. Gear drive into 3 advantages. One, to transmit rotary motion. Sorry, transmitting? To transmit rotary motion. Okay. Transmitting rotary motion എന്നതൊരു അഡ്വാൻറ്റേജ് അല്ല, അത് ഫങ്ഷനാണ് അല്ലേ. റോട്ടറി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ് അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് ഇതൊക്കെ എംപ്ലോയ് ചെയ്യുന്ന എന്തിനാണ്? ടു ട്രാൻസ്മിറ്റ് റോട്ടറി മോഷൻ ആണ്. അതൊരു അഡ്വാൻറ്റേജ് അല്ല, ബട്ട് ഫങ്ഷൻ ആണ്. തിങ്ക് അബൌട്ട് ദി അഡ്വാൻറ്റേജ്. നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജസിനെ പറ്റി സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. To reduce the size of accommodating engine. Reduce the size and compactness to achieve compactness. Okay. ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു പരിധി വരെ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? വോയിസ്, ക്യാൻ യു ഹിയർ മീ? Yes, sir. ഓക്കെ. സോ ഒരു പരിധി വരെ ടു ഗെറ്റ് എ കോമ്പാക്ട് ലേ ഔട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കോമ്പാക്ട്നെസ് ഉണ്ടാവാൻ വി എംപ്ലോയ് ഗിയേഴ്സ്. ദാറ്റ് ഇസ് ട്രൂ. നൗ ടെൽ മീ അനദർ അഡ്വാൻറ്റേജ്. യദുകൃഷ്ണൻ പറ. No, there is no slip. Exactly. There won't be any slip within the drives. അല്ലേ? ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ എ ഗിയർ ആൻഡ് എ പിലിയൻ there won't be any slip. പക്ഷെ there won't be slip എന്ന് പറയുന്നതിലും നല്ലത് കുറച്ചും കൂടി ഭംഗിയായിട്ട് അതേ പോയിന്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്ലിപ്പ് ഇല്ലാതായാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? What do we achieve if we eliminate slip? Constant velocity. കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ ആണ്. ആ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 2 ഒന്നും കൂടി പറ. അക്ഷയ് കൃഷ്ണ പറ. വൺ മോർ അഡ്വാൻറ്റേജ്. ലോങ് ലൈഫ് കമ്പയർഡ് ടു ബെൽറ്റ് ഡ്രൈവ് ഗിയർ. ഓക്കെ, ലോങ് ലൈഫ് ലോങ് ലൈഫ് എന്നുള്ളതല്ല. ലോങ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. അത് ഗിയർ ഡ്രൈവ് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല. ഇപ്പം ബെൽറ്റ് ഡ്രൈവ് ആയാലും ചെയിൻ ഡ്രൈവ് ആയാലും അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി ഓഫ് യൂസേജ്, അങ്ങനെ പലതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ലോങ് ലൈഫ് എന്നുള്ളത് പറയാം. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഇഫ് യു വാണ്ട് ടു ടോക്ക് അബൌട്ട് ദി അഡ്വാൻറ്റേജ്, നമുക്ക് എന്താ പറയാം, ഇറ്റ് ഗിവ്സ് യു മോർ റിലയബിൾ സർവീസ് എന്ന് പറയാം അല്ലെ. ലിറ്റിൽ മോർ റിലയബിൾ സർവീസ് നമുക്ക് കിട്ടും. അതല്ലാതെ വേറെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊന്നും കൂടിയുണ്ട്. High transmission efficiency. ഹൈ എഫിഷ്യൻസി. ഓക്കെ, ഹൈ എഫിഷ്യൻസി ഒരു പോയിന്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഈ പോയിന്റുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടാ. ഹൈ എഫിഷ്യൻസി കറക്റ്റ് ആണ്. പിന്നെയോ ഒരു പ്രധാന സംഗതിയിൽ എത്തിയിട്ടില്ല. Used for low, medium and high power transmission. ഗുഡ്. യൂസ്ഡ് ഫോർ ലോ, മീഡിയം ആൻഡ് ഹൈ പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, കറക്റ്റ് ആണ്.
വേരിയബിൾ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കാൻ പറ്റും അല്ലെ, ലാർജ് പവർ മുതൽ ലോ പവർ വരെ പവർ മോഡുലേഷൻ കൊടുത്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണ് ഗിയർ ഡ്രൈവ്സ്. വൺ മോർ തിങ്, സ്പീഡ് മോഡുലേഷൻ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെ. വി ക്യാൻ വേരി ദ ട്രാൻസ്മിറ്റിംഗ് സ്പീഡ് അല്ലെ. വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം കൂടിയുണ്ട്. നല്ല സ്പീഡ് റിഡക്ഷൻ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഇൻക്രിമെന്റ് കൊണ്ടുവരാൻ പറ്റും. പറ്റൂലേ? ഓക്കെ. സോ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇത്രയും അഡ്വാൻറ്റേജ് പറയുമ്പം എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ ഗിയർ ഡ്രൈവ്സിൽ? കേൾക്കുന്നില്ല, മനസ്സിലായില്ല ആൾക്ക്. അല്ലേ മെക്കാനിസം കൂടുതലല്ലേ? മെക്കാനിസം എന്താണ് കൂടുതൽ? മെക്കാനിസം ഒന്നും കൂടുതലല്ലോ. കോമ്പിനേഷൻ കൂടുന്നല്ലേ? എന്ത് കൺസ്ട്രക്ഷനിൽ ഡിഫിക്കൽട്ടി ഉണ്ട്, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കൺസ്ട്രക്ഷൻ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് വളരെ, അത് ഇതിന്റെ മാത്രമല്ല, ഏതൊരു മെക്കാനിക്കൽ കോമ്പണന്റ് ഡിവൈസ് എടുത്താലും വളരെ എന്താ പറയാ, പ്രിസൈസ് ആയിട്ട് വേണം മാനുഫാക്ചർ ചെയ്യാൻ. ഇതിൽ സ്പെഷ്യൽ ടൂൾസ്, എക്യുപ്മെന്റ്സ്, അതിന്റെ ഒക്കെ റിക്വയർമെന്റ് ഉണ്ട്. അത് മാത്രമല്ല, വളരെ ചെറിയ ഈ മറ്റേ ഗിയർ ടീത്തിന്റെ കട്ടിങ്ങിലെ എറേഴ്സ് ഒക്കെ ലാർജ് ഫെയിലിയേഴ്സിലേക്ക്, പവർ ഫെയിലിയേഴ്സ് പ്ലസ് എന്താ പറയുക, വിയർ ആൻഡ് ടിയർ, നോയ്സ്, വൈബ്രേഷൻ, ഇങ്ങനത്തെ ഒരുപാട് ഡിസഡ്വാൻറ്റേജിലേക്ക് ലീഡ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് മാനുഫാക്ചറിംഗിലെ ഡിഫിക്കൽട്ട്നെസ്, കോംപ്ലക്സിറ്റി, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് റിക്വയർമെന്റ് ഉള്ളു. പിന്നെ സ്മോൾ എറേഴ്സ് വിൽ ലീഡ് ടു ലാർജ് ഫെയിലിയേഴ്സ്, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഓക്കെ, നൗ ഓക്കെ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയേഴ്സ് എന്തൊക്കെയായിരുന്നു? According to position of shafts. According to position of shaft, axis of shafts. Parallel ഉണ്ട്, intersecting ഉണ്ട്, non parallel, non intersecting ഉണ്ട് അല്ലെ. പാരലലിന്റെ കീഴിൽ വരുന്നതാണ് എന്തൊക്കെയാ? സ്പർ ഗിയർ വരുന്നുണ്ട്, rack and pinion helical gears. rack and pinion helical gears, double helical gears. ഓക്കെ. ഇനി ഇന്റർസെക്റ്റിംഗ് ആക്സ് ആണെങ്കിലോ? bevel gears, meter gear, spiral gears, പിന്നെ warp gear. gears. പറ. ബെവല്, പിന്നെ bevel gear, meter gear, ബെവൽ ഗിയറിന്റെ തന്നെ ഒരു ടൈപ്പാണ് മീറ്റർ ഗിയർ എന്ന് പറഞ്ഞാല്. ബെവൽ ഗിയറിന്റെ ഒരു ടൈപ്പാണ് മീറ്റർ ഗിയർ അല്ലേ? ഓക്കെ. ഇനി നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിലോ? വേം ആൻഡ് വേം വീല് അല്ലേ, അല്ലെങ്കിൽ വേം ആൻഡ് വേം ഗിയർ, നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ്. ഇതൊന്നും മറക്കാൻ പാടില്ല. പിന്നെ വി ക്യാൻ ഓൾസോ ക്ലാസിഫൈ ഗിയേഴ്സ് ബേസ്ഡ് ഓൺ പെരിഫറൽ വെലോസിറ്റി, ഇതിന്റെ ഔട്ടർ വെലോസിറ്റി, സർഫസ് വെലോസിറ്റി ഉപയോഗിച്ച് ഗിയറിനെ ക്ലാസിഫൈ. അത് ലോ വെലോസിറ്റി, മീഡിയം വെലോസിറ്റി, ഹൈ വെലോസിറ്റി, ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലോ, മീഡിയം, ഹൈ. പിന്നെ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഗിയറിംഗിന്റെ രീതിക്കനുസരിച്ച്, അതായത് എക്സ്റ്റേണൽ ഗിയറിംഗ്, ഇന്റേണൽ ഗിയറിംഗ്, അതും നമ്മൾ പറഞ്ഞതാണ് അല്ലെ. എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ബോത്ത് ദ ഗിയർ ആൻഡ് ദ പിനിയൻ ഹാവ് ദ ടീത്ത് കട്ട് ഓവർ ദ എക്സ്റ്റേണൽ പെരിഫറി, പുറത്തേക്കാണ്, എക്സ്റ്റേണൽ സർഫസിലേക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കോമ്പിനേഷൻ ബിക്കംസ് ആൻ എക്സ്റ്റേണൽ ഗിയറിംഗ് അല്ലെ.
But if the the tooth cutting becomes like what? The pinion has external teeth and the gear has internal teeth. അതെന്താണ് സംഭവിക്കുക? That is internal gearing, അല്ലേ? അല്ലേ? Yes, sir. See, internal gear system. പിനിയന്റെ പുറത്താണ്, എക്സ്റ്റേണൽ സർഫസിലാണ് ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ഗിയറിന്റെ ഇന്റേണൽ സർഫസിലാണ് അതിന്റെ ടീത്ത് ഉള്ളത്, അല്ലെ? സോ ഈ കോമ്പിനേഷൻ ഇന്റേണൽ ആവും. നൗ ദിസ് ഈസ് എക്സ്റ്റേണൽ. നൗ പാസിംഗ് ത്രൂ ഓൾ ദോസ് ടോപ്പിക്സ്, നമ്മൾ ഇപ്പൊ എത്തിയത് ഗിയർ ടെർമിനോളജിയിലാണ്. ഈ ഫിഗർ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്? നോട്ട് ചെയ്തിട്ടില്ലേ? ഇനി ആ ഫിഗർ വെച്ചതിന് ശേഷം ആ ഫിഗർ നിങ്ങൾ നോക്കുക. അതിനുശേഷം ഓരോ ടേംസ് എന്താന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഇതിലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടേം നമ്മൾ പറയാൻ പോകുന്നത് പിച്ച് സർക്കിൾ ആണ്. ക്യാൻ യു ഐഡന്റിഫൈ ദ പിച്ച് സർക്കിൾ ഇൻ ദ ഫിഗർ? ക്യാൻ യു ലൊക്കേറ്റ് ദ പിച്ച് സർക്കിൾ? ഈ ഡോട്ടഡ് സർക്കിൾ ആണ്. ലോങ് ഡാഷ് ഷോർട്ട് ഡാഷ് ആയി കാണിച്ച് ഇതാണ് പിച്ച് സർക്കിൾ. വാട്ട് ഈസ് പിച്ച് സർക്കിൾ? ഇറ്റ്സ് എൻ ഇമാജിനറി സർക്കിൾ. ഒരു ഇമാജിനറി സർക്കിൾ ആണ്. അതായത് വിച്ച് എക്സിക്യൂട്ട്സ് പ്യുവർ റോളിംഗ് ആക്ഷൻ. പ്യുവർ റോളിംഗ് ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി സർക്കിൾ ആണ്. ദാറ്റ് റോളിംഗ് ആക്ഷൻ വിൽ ഗിവ് യു ദ സെയിം മോഷൻ ആസ് ദി ആക്ച്വൽ ഗിയർ. ആക്ച്വൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടീത്ത് കട്ട് ചെയ്തിട്ടുള്ള സാധനം. നമ്മൾ ഈ ടീത്ത് കട്ട് ചെയ്ത ഈ ടീത്ത് എന്നുള്ളത് പൊതുവെ, അതായത് അനാലിസിസ് ചെയ്യുമ്പോൾ ഫിഗേഴ്സ് വരക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ടീത്ത് വരക്കണമെന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഗിയർ വരക്കുക എന്ന് പറഞ്ഞാൽ ഗിയറിന്റെ പിച്ച് സർക്കിൾ, ഈ പിച്ച് സർക്കിൾ വരെ വരച്ചാൽ ഗിയർ ആയി. സോ ഈ പിച്ച് സർക്കിൾ വരെ വരക്കുന്ന സി ദിസ് ഫിഗർ, ഈ ഫിഗർ കാണുന്നില്ലേ? ഇതില് ഫിഗർ എയില് കൊടുത്തിട്ടുള്ളത് പിച്ച് സർക്കിൾ ആണ്, അല്ല? അതിന്റെ പുറത്തുള്ള ടീത്ത് വരച്ചിട്ടില്ല. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ട് ഫിഗർ കാണുന്നുണ്ടോ? അല്ലേ? ഈ പുറത്ത് വരച്ചിട്ടുള്ള പിച്ച് സർക്കിൾ ആണ്. ഈ രണ്ടാമത്തെ ഫിഗറിൽ ടീത്ത് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ടീത്ത് വരക്കണമെന്നില്ല. കാരണം എന്തുകൊണ്ടാ? പിച്ച് സർക്കിളിൽ വരച്ച ഫിഗർ എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? സെയിം ബിഹേവിയർ ആണ് ആക്ച്വൽ ഗിയറും തരിക. സോ ആക്ച്വൽ ഗിയറിൽ ഈ ടീത്ത് വരക്കുന്നതിന് പകരം നമ്മൾ പിച്ച് സർക്കിൾ വരച്ചാൽ ബോത്ത് ദ മോഷൻസ് ആർ will be exactly same. അതുകൊണ്ട് റെപ്രസെന്റേഷൻ ടെക്നിക്കാണ് പിച്ച് സർക്കിൾ വരക്കുന്നത്. സോ പിച്ച് സർക്കിൾ എപ്പോഴും എന്താ? ഇറ്റ്സ് എൻ ഇമാജിനറി സർക്കിൾ which will give you always a pure rolling action which will be always similar to the actual gear motion. മനസ്സിലാവുന്നുണ്ടോ? Now another importance of pitch circle is, see, pitch circle is internal circle. A circle will always have what? Diameter അല്ലെങ്കിൽ radius ഉണ്ടാവില്ലേ? So pitch circle diameter എന്ന് പറഞ്ഞാൽ ഈ പിച്ച് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. But the significance of that particular value is such that the size of the gear is usually specified by this pitch circle diameter. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? പല പിച്ച് സർക്കിൾ ഡയമീറ്ററിലുള്ള ഗിയേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ചില സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ടാവും അതിന്. ആ സ്റ്റാൻഡേർഡ് വാല്യൂസിലുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ പുറത്ത് പോയിട്ട് ഇഫ് സപ്പോസ് വി ആർ ഗോയിങ് ടു പർച്ചേസ് എ ഗിയർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ വന്ന ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അതിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഇപ്പൊ ആണിയൊക്കെ മേടിക്കുമ്പോൾ 2 ഇഞ്ചിന്റെ ആണി, 4 ഇഞ്ചിന്റെ ആണി എന്നൊക്കെ പറയുന്ന പോലെ ഗിയർ, ഇഫ് യു ആർ ഗോയിങ് ടു പർച്ചേസ് എ മാനുഫാക്ചേർഡ് ഗിയർ, അതിൽ വൺ ഓഫ് ദ സ്പെസിഫിക്കേഷൻസ് ദാറ്റ് യു വിൽ പ്രൊവൈഡ് ഈസ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ. ക്ലിയർ? ഓക്കെ. പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ എന്ന് പറയും. സോ പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്താ, ആ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലായി? അതെപ്പോഴും മനസ്സിലാക്കുക. ക്ലിയർ? നെക്സ്റ്റ് ലുക്ക് അറ്റ് എഡൻഡം. എഡൻഡം കാണുന്നുണ്ട് ആ ഫിഗറിൽ? എഡൻഡം, വാട്ട് ഈസ് എഡൻഡം? എഡൻഡം എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്ററിന് മുകളിലേക്കുള്ള എന്തോ ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലെ? ആ ഡിസ്റ്റൻസ് കാണിച്ചത് മറ്റൊരു ഡാർക്ക് ലൈൻ കൊണ്ട് കാണിച്ച ഒരു സർക്കിൾ ആണ് എഡൻഡം സർക്കിൾ. കാണുന്നുണ്ടോ? എഡൻഡം സർക്കിൾ കാണുന്നുണ്ടോ?
Yes, sir. So addendum is nothing but the radial distance of a tooth from the pitch circle to the top of the tooth. ആ ടൂത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം വരെ പിച്ച് സർക്കിളിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് എഡൻഡം. ഒരു ടൂത്തുമായി റിലേറ്റ് ചെയ്ത സ്പെസിഫിക്കേഷൻ ആണ് എഡൻഡം, അല്ലെ? ഒരു ഗിയറിന്റെ പല്ലിന്റെ മുകളിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണ് എഡൻഡം. എഡൻഡം എന്താണെന്ന് വെച്ചാൽ എഡൻഡം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഒരുപാട് മോഷൻ പ്രോപ്പർട്ടീസ് ഇതിൽ മാറിക്കൊണ്ടേയിരിക്കും ഗിയറിന്റെ. എഡൻഡത്തിന്റെ ഹൈറ്റ് കൂടുമ്പോൾ കുറയുമ്പോൾ ദാറ്റ് യു വിൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വെൻ വി സ്റ്റാർട്ട് ഡൂയിങ് ദ ന്യൂമറിക്കൽസ്. സോ എഡൻഡം അല്ലെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് എഡൻഡം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദ ടേം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ വാട്ട് ഈസ് എഡൻഡം? ദ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ പിച്ച് സർക്കിൾ ടു ദ ടോപ്പ് ഓഫ് ദ ടൂത്ത് അല്ലെങ്കിൽ ടു ദ എഡൻഡം സർക്കിൾ. അതാണ് എഡൻഡം. എഡൻഡം അതാണെങ്കിൽ വാട്ട് വിൽ ബി ഡിഡൻഡം? ഡിഡൻഡം കാണുന്നുണ്ടോ? റേഡിയൽ ഡിസ്റ്റൻസ് യെസ് ഓഫ് എ ടൂത്ത് ഫ്രം ദ പിച്ച് സർക്കിൾ ടു ദ ബോട്ടം ഓഫ് ദ ടൂത്ത്. ടൂത്തിന്റെ ഏറ്റവും അടിഭാഗം വരെ. സി, എഡൻഡത്തിന്റെ ഏറോ ചെന്ന് മുട്ടുന്ന ഭാഗം കറക്റ്റ് ആയിട്ട് നോക്കുക. അതിന്റെ തൊട്ട് മേലെ ഒരു ക്ലിയറൻസ് സർക്കിൾ ഉണ്ട്, അവിടെയല്ല, അതിന്റെയും താഴെയാണ്, അല്ലെ? സോ പിച്ച് സർക്കിൾ മുതൽ ഒരു ഗിയർ ടൂത്തിന്റെ ഏറ്റവും താഴെ ഭാഗം വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ഡിഡൻഡം. ആ ഏറ്റവും താഴെയുള്ള അതിനെ നമുക്ക് ഡിഡൻഡം സർക്കിൾ എന്ന് വിളിക്കാം. എഡൻഡം സർക്കിൾ, ഡിഡൻഡം സർക്കിൾ, അല്ലേ? Yes, sir. Yes, sir. Now, അടുത്തത് സർക്കുലാർ പിച്ച്. Try locating the term circular pitch on the figure. Can you locate the circular pitch? Circular pitch കാണുന്നുണ്ടോ? Yes, sir. സർക്കുലാർ പിച്ച് ഇസ് എ ഡിസ്റ്റൻസ്, അല്ലെ? ഒരു ഡിസ്റ്റൻസ് ആണ്, ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് മറ്റൊരു പ്രത്യേക പോയിന്റ്. ആ രണ്ട് പോയിന്റുകൾ നോക്കിയാട്ടെ. ടൂത്ത് നമ്പർ 1 നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് അതേ പോയിന്റ് ടൂത്ത് നമ്പർ 2 വന്നാൽ എവിടെയാണ്? ആ ഡിസ്റ്റൻസ് അല്ലേ സർക്കുലാർ പിച്ച്? Yes, sir. And both these points are located where? On the pitch circle. So circular pitch എന്ന് പറഞ്ഞാൽ it's a distance measured on the circumference of the pitch circle, അല്ലെ? പിച്ച് സർക്കിളിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ മേലെയാണ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യപ്പെട്ടിരുന്നത്. ഇനി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഫ്രം എ പോയിന്റ് ഓഫ് വൺ ടൂത്ത് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ നെക്സ്റ്റ് ടൂത്ത്. ഒരു ടൂത്തിന്റെ മേലിൽ ഒരു പോയിന്റിൽ നിന്ന് സെയിം കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ നെക്സ്റ്റ് ടൂത്ത്, ഇതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എവിടെയാണ്? ഇറ്റ്സ് മെഷേർഡ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ പിച്ച് സർക്കിൾ. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഈ പറയുന്നത് നിങ്ങൾക്കൊരു 4 മാർക്കോ 5 മാർക്കിന്റെ ചോദ്യമാണ്. കാരണം എക്സ്പ്ലെയിൻ ദ ടേംസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ടു ഗിയർ ഡ്രൈവ്സ് എന്നൊരു ക്വസ്റ്റ്യൻ, ചെറിയൊരു തിയറി മാർക്ക് 3 മാർക്സ് 4 മാർക്സ് 5 മാർക്സ് വരാൻ സാധ്യതയുണ്ട്. യു മൈറ്റ് ബി ആസ്ക്ഡ് ടു ആ ഫോളോയിങ് ടേംസ് പറഞ്ഞാൽ എഡൻഡം, പിച്ച് സർക്കിൾ, സർക്കുലാർ പിച്ച്, ഡിഡൻഡം, അങ്ങനെ പലതും ആയിരിക്കാം. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഫിഗറും കൂടി വരച്ചിട്ടായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ തൊട്ട് മുന്നത്തെ മോഡ്യൂളിൽ വി ഹാവ് സ്റ്റഡീഡ് സിമിലർ കൈൻഡ് ഓഫ് ടോപ്പിക്, അല്ലെ? ക്യാം ടെർമിനോളജി പഠിച്ചിട്ടുണ്ട്. ഒരു ക്യാം പ്രൊഫൈൽ വരച്ചിട്ട് അതിൽ ഡിഫറെന്റ് ടേംസ് അടയാളപ്പെടുത്തുന്നത് പഠിച്ചിട്ടില്ലേ? Yes, sir. അതേപോലെയാണ് ഇതും. സോ ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. Now, so circular pitch എന്താ? The distance measured on the circumference of the pitch circle from one point on the first tooth അല്ലെങ്കിൽ on a tooth to the corresponding point on the next tooth. So circular pitch യൂഷ്വലി കാണിക്കുന്നത് P suffix C ആണ്. PC എന്നാണ് കാണിക്കുക. ഇവിടെ P എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇതല്ല, ഞാൻ വേറെ സ്ലൈഡ് കാണിച്ചു തരാം. PC എന്നാണ് കാണിക്കുക. ആൻഡ് ഇറ്റ്സ് ഫോർമുല പൈ ഡി ബൈ, ഓക്കെ, എൻ എന്നും പറയാം അല്ലെങ്കിൽ പൈ ഡി ബൈ ടി എന്നും പറയാം. ഫോർമുല ഞാൻ മറ്റൊരു സ്ലൈഡിൽ കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാണുന്നുണ്ടോ? ഇപ്പം വേറെ സ്ലൈഡ് മാറിയത് കാണുന്നുണ്ടോ? Yes, sir. See,
Circular pitch, distance from a point on one tooth to a corresponding point on the next, measured over the circumference of the pitch circle. Okay, measured over the circumference of the pitch circle. And the equation PC is equal to pi into capital D divided by capital T എന്നാണ്. Pi into capital D divided by capital T. അതിൽ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത് ആണ്. നമ്പർ ഓഫ് ടീത്ത്. സോ സർക്കുലർ പിച്ച് ഈസ് represented as P suffix C, PC, which can be given as pi into D divided by T. Pi D by T. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് if you carefully observe, the two gear wheels will properly mesh. It will come in pure contact or 100% without any errors. They will totally contact only when both the gear wheels are having same circular pitch. രണ്ടിനും സെയിം സർക്കുലർ പിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് മെഷ് ചെയ്യൂ. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോജിക് വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഇപ്പൊ നോക്ക്, ഒരു പോയിന്റിൽ നിന്ന് അതേ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞത്. അത് ഈ രണ്ട് മെഷ് ചെയ്യുന്ന ഭാഗത്ത് ഒരേപോലെ ഇല്ലെങ്കിൽ ആ ഗ്യാപ്പ് കറക്റ്റ് ആവില്ലല്ലോ അല്ലെ? ടീത്തുകൾ, ഒരു ടീത്തിന്റെ പ്രൊജക്ഷനും മറ്റേ ടീത്തിന്റെ റിസസും തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റ് ആയാൽ മാത്രമല്ലേ പ്രോപ്പർ ആയിട്ട് മെഷ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയി വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ബോത്ത് ദ ഗിയർ വീൽസ്, അത് ഗിയർ ആയാലും പിനിയൻ ആയാലും, ബോത്ത് ഷുഡ് ഹാവ് വാട്ട് സെയിം സർക്കുലർ പിച്ച് അല്ലേ? ഓക്കെ, ഫൈൻ. Now, circular pitch കഴിഞ്ഞാൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂൾ. ഓക്കെ, വാട്ട് ഈസ് മൊഡ്യൂൾ? സി, മൊഡ്യൂൾ കാണുന്നുണ്ടോ ഇതില്? സെക്കൻഡ് പാർട്ടിൽ മൊഡ്യൂൾ എന്താ? പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് എ ഗിയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്. പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി ആണ്. നമ്പർ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആണ് അല്ലെ? സോ ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന്? മൊഡ്യൂൾ. ഡി ബൈ ടി. മനസ്സിലാവുന്നുണ്ടോ? ഡി ബൈ ടി. ഞാൻ ഇതിന്റെ നോട്ട് തരുമ്പോൾ ഇതിലെല്ലാ ഇക്വേഷൻസ് ഉണ്ടാവും കേട്ടോ. എല്ലാ ഇക്വേഷൻസും എഴുതിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മളിത് ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇക്വേഷൻസ് വേണം. ആ സമയത്ത് ഞാൻ മെൻഷൻ ചെയ്യും. സോ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് വാട്ട്? പിച്ച് സർക്കിൾ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു നമ്പർ ഓഫ് ടീത്ത്, ഡി ബൈ ടി ആണ്. ഈ ഡി ബൈ ടിയുടെ നേരെ ഇൻവേഴ്സ് എടുത്താൽ, റെസിപ്രോക്കൽ എടുത്താൽ ടി ബൈ ഡി ആവും. That reciprocal of module അല്ലെങ്കിൽ that ratio is known as diametral pitch. Diametral pitch എന്ന് പറയും. സർക്കുലർ പിച്ച് നമ്മൾ നേരത്തെ നോക്കി, പി സി ആണ്. ഡയാമെട്രൽ പിച്ച് എന്ന് പറഞ്ഞാൽ പി ഡി ആണ്. വാട്ട് ഈസ് ഡയാമെട്രൽ പിച്ച്? ദ റെസിപ്രോക്കൽ ഓഫ് മൊഡ്യൂൾ. വാട്ട് വാസ് മൊഡ്യൂൾ? റേഷ്യോ ഓഫ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു നമ്പർ ഓഫ് ടീത്ത് ആണ്. So if you reverse that one, if you take the reciprocal, t by number of teeth divided by pitch circle diameter, that will give you a diametral pitch. Okay, now what is the importance of the value module? Module and the value significance and the definite standards and definite Indian standards and ആ സ്റ്റാൻഡേർഡ് വാല്യൂസിലുള്ള ഗിയേഴ്സ് മാത്രമേ ഓൾവേസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഗിയേഴ്സ് മാനുഫാക്ചർ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി നമുക്കൊരു മൊഡ്യൂളിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ഒരു പിച്ച് സർക്കിൾ ഡയമീറ്റർ തന്നിട്ടുണ്ടാവും, ഒരു വാല്യൂ ഓഫ് മൊഡ്യൂളും തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് മൊഡ്യൂൾ ആണ്. 1.25, 1.5, 2, 2.5, 3, 4,
5, 6, പിന്നെ 1.125, 1.375 അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് ചോയ്സ് ഓഫ് മൊഡ്യൂള്, സെക്കൻഡ് ചോയ്സ് ഓഫ് മൊഡ്യൂള് എന്നീ പറയുന്ന കുറേ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിൽ മാത്രമേ ഗിയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വി വിൽ ബി മാനുഫാക്ചറിങ് ബേസ്ഡ് ഓൺ എനി വൺ സ്റ്റാൻഡേർഡ് വാല്യൂ ഫോർ മൊഡ്യൂൾ. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Am I making myself clear? Yes, sir. Okay. So we have discussed different terms with respect to gears. A term എന്തൊക്കെയായിരുന്നു? We understood what was pitch circle, then pitch circle diameter മനസ്സിലാക്കി, then what was addendum, dedendum, corresponding addendum circle, dedendum circle. Then we understood what was circular pitch. Circular pitch വന്നാൽ circular pitchന്റെ equation ഉണ്ട് pi d divided by t. After circular pitch, we studied about module. What was module? Ratio of d by t. Now, pitch circle diameter to number of teeth. If you take the reciprocal of module, you will get diametral pitch. And the significance of module, manslaki. There are certain standard values of modules within the range of within which range we can make the gears available or manufacture. Look at the term clearance. Clearance എന്താണ്? What is clearance? ശരിക്കും ക്ലിയറൻസ് എന്ന് പറഞ്ഞാല് ക്ലിയറൻസ് ക്യാൻ ബി ഡിഫൈൻഡ് വെൻ ടു ഗിയേഴ്സ് ആർ ഇൻ കോമ്പിനേഷൻ. രണ്ട് ഗിയർ മെഷിൽ വന്നാലേ നമുക്ക് ക്ലിയറൻസ് പറയാൻ പറ്റും. ഈ ഫിഗറിൽ നിങ്ങൾ ക്ലിയറൻസ് സ്പേസ് ഒന്ന് നോക്കി വെക്കും. ഇനി ഇമാജിൻ ടു ഗിയേഴ്സ് ആർ ഇൻ കോമ്പിനേഷൻ, ടു ഗിയേഴ്സ് മെഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ വാട്ട് വിൽ ബി ക്ലിയറൻസ്? ദാറ്റ് ക്ലിയറൻസ് സ്പേസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാട്ട് bottom of one tooth to the top of another tooth of the second gear. അല്ലേ? അല്ലേ? Radial distance from top of a tooth to the bottom of the next tooth in a meshing gear. ഒരു മെഷിംഗ് ഗിയറിലെ ഒരു ഗിയറിന്റെ ടൂത്തിന്റെ ടോപ്പിന്ന് മറ്റേ ഗിയറിന്റെ ടൂത്തിന്റെ ബോട്ടത്തിലേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ക്ലിയറൻസ്. സോ ക്ലിയറൻസ് സ്പേസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി വെൻ ടു ഗിയേഴ്സ് ആർ ഇൻ കോമ്പിനേഷൻ ഓർ മെഷ്ഡ് അപ്പ് കണ്ടീഷൻ. മെഷ് ആണ് MECH, സോറി MESH. വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? വർക്കിംഗ് ഡെപ്ത് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം അഡെൻഡം സർക്കിൾ ടു ദ ക്ലിയറൻസ് സർക്കിൾ അല്ലേ? അതല്ലേ വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ? അതിന് മറ്റൊരു രീതിയിലും പറയാം, സം ഓഫ് അഡെൻഡം ഓഫ് ടു മെഷിംഗ് ഗിയേഴ്സ്. രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെഷ് അല്ലെങ്കിൽ കോമ്പിനേഷനിലാണെങ്കിൽ, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനാണ്, ആലോചിക്കണം. ഈ ഒരു ഏരിയ, രണ്ട് ഗിയർ ടൂത്ത് കോമ്പിനേഷനിലായ ഏരിയ ആലോചിക്കണം. സോ ഇഫ് two gears are in meshed condition, working depth can be also conveyed as what? Sum of addendum of the two meshing gears. രണ്ട് മെഷിംഗ് ഗിയറിന്റെ അഡെൻഡത്തിന്റെ സം എടുത്താൽ നമുക്ക് കിട്ടുന്നത് വർക്കിംഗ് ഡെപ്ത് ആണ്. അങ്ങനെയും പറയാം വർക്കിംഗ് ഡെപ്തിന് അല്ലെ? നെക്സ്റ്റ് ടൂത്ത് തിക്നെസ് നോക്ക്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സ്വന്തം വാക്കുകളിൽ എഴുതാൻ പറ്റുന്നതാണ്. നോ നീഡ് ടു ബൈ ഹാർട്ട്. ഓൺലി തിങ് ഈസ് ഈ ഫിഗർ മനസ്സിൽ വെക്കുക. ഈ ടെർമിനോളജീസ് വേർ വി ഷുഡ് മാർക്ക് ഈച്ച് ടേം, ദാറ്റ് ഓൾസോ യു ഷുഡ് കീപ് ഇൻ മൈൻഡ്. ദെൻ all the explanations you can write on your own words. You have to simply understand ഏതൊക്കെ എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ. ടൂത്ത് തിക്നെസ് എന്താണ്? വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് അല്ലെ, മെഷേർഡ് അലോങ് ദ പിച്ച് സർക്കിൾ, അതാണ് ടൂത്ത് തിക്നെസ്. പിന്നെന്താ? ഫേസ് ഓഫ് ദ ടൂത്ത് ഉണ്ട്, ഫ്ലാങ്ക് ഓഫ് ദ ടൂത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എഡൻഡം ഡിഡൻഡം ആയിട്ട് സ്പേസ് കിട്ടുമെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ ഇൻ ദ സൈഡ് വ്യൂ, ഫ്രം ദ സൈഡ് വ്യൂ നമുക്ക് കിട്ടുന്ന എന്താ? ഫേസും ഫ്ലാങ്കും രണ്ട് റീജിയൻ കിട്ടും. വാട്ട് ഈസ് ഫേസ് ആൻഡ് ഫ്ലാങ്ക്? ഫേസ് ഓഫ് ടൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ഓഫ് ദ ഗിയർ ടൂത്ത് എബവ് പിച്ച് സർഫസ് ആണ് അല്ലേ? ഫ്ലാങ്ക് എന്താ? സർഫസ് ബിലോ പിച്ച് സർഫസ്.
ടോപ്പ് ലാൻഡ് സർഫസിന്റെ മുകൾ ഭാഗം, ടീത്തിന്റെ സർഫസിന്റെ മുകൾ ഭാഗം. ബോട്ടം ലാൻഡ് എന്ന് പറഞ്ഞാൽ താഴെയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Sir. ഇനി ഇതിൽ മറ്റൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടേം ഉണ്ട്, അതാണ് പ്രഷർ ആംഗിൾ എന്ന് പറഞ്ഞത്. പ്രഷർ ആംഗിൾ ഇതിൽ കാണിച്ചില്ല. ഈ ഒരു ഫിഗർ നോക്ക്. ഈ ഫിഗർ കാണുന്നുണ്ടോ? ഞാൻ സ്ലൈഡ് മാറ്റിയിട്ടുണ്ട്. കാണുന്നുണ്ടോ ഈ ഫിഗർ? ഈ ഫിഗർ എന്താണ്? When a gear and a pinion are in combination. O2 എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ലാർജർ ഗിയർ ആണ്, അല്ലെങ്കിൽ ഗിയർ ആണ്. O1 എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് സ്മോളർ ഗിയർ ആണ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് പിനിയൻ ആണ്. സോ രണ്ട് ടീത്ത് തമ്മിൽ കോമ്പിനേഷനിലാണ്. ഈ ഫിഗർ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ഒറ്റ ഫിഗറിന്റെ ബേസിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സീരീസ് ഓഫ് ഡെറിവേഷൻസ് ആണ് ഈ ഒരു ഫിഗറിന്റെ ബേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഫിഗർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് പ്രഷർ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ നോക്ക് നിങ്ങൾ. പ്രഷർ ആംഗിൾ എന്താണ്? AB എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെന്റും CD എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റും രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് പ്രഷർ ആംഗിൾ ഫൈ. എന്താണ് AB, എന്താണ് CD? See, for the time being, AB is denoted as a common tangent, and what is CD? The pressure line. Now, what are these lines? Another, when we discuss the next topic, gearing, in a law of gearing, another topic, other discuss same, you will clearly understand what is a common tangent and a pressure line. For the time being, these two line segment are the manslakwa. Yeah. So, pressure angle is angle between a common normal. Now, what is a common normal? എന്താണ് common normal? Common normal to two gear teeth ആണ്. രണ്ട് ഗിയർ ടീത്തിന് കോമൺ ആയിട്ടുള്ള നോർമൽ ലൈൻ ആണ് കോമൺ നോർമൽ. ദാറ്റ് ഈസ് കോമൺ നോർമൽ. നൗ ത്രൂ വിച്ച് പോയിന്റ് ഇസ് എ കോമൺ നോർമൽ പാസിംഗ്? പോയിന്റ് ഓഫ് കോൺടാക്റ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. You can clearly understand that if you observe the figure carefully. See, locate the point P. What is P? P is the pitch point. What is pitch point? Pitch point is the common point of contact when a gear and a pinion are in combination. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. Okay. Yes, Now, sir. how are you obtaining the point P? See, P is obtained when, can you locate both the pitch circle? Pitch circle കാണുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ട് ഗിയറിന് pitch circle കാണുന്നില്ലേ? Now, both the pitch circles are in contact at the point P. Now, if you draw a common normal or a line which is normal to both those pitch circles, that particular line is known as the common normal, which passes through the point P and which is denoted as small letter AB. So, what is pressure angle? Pressure angle is the angle between the common normal. Common normal in the term പറയുമ്പോൾ what should go through your mind? Common normal is a line which is common to both gears which are in combination, and also that particular common normal will always pass through what? A single point, which is the pitch point or the common contact point. Clear? So pressure angle is the angle between a common normal and what? And the pressure line. Now pressure line can be also termed as a tangent. ഒരു ടാൻജന്റ് ആയിട്ടും ടേം ചെയ്യാം. Now exactly the meaning that is conveyed by the two terms you will understand when we study about law of gearing. For the time being, just note that pressure angle is the angle made between or made from the intersection of two imaginary lines which are a common arm and a common tangent. Both these lines pass through what? The pitch point ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഐ വിൽ ഡെഫിനറ്റ്ലി ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. ഇന്ന് ചോദിച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദം.
എടാ കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, sir. We'll do one thing. We'll stop it for today. We'll continue. Okay, we have 1 more hour today. 5th hour ഞാൻ തന്നെയാണ്. We'll continue from here. Okay. Now give me your attendance. Advait.